ആകാശവാണി പ്രധാന വാർത്തകൾ. ITIകളെ വ്യവസായ മേഖലയുമായി ബന്ധിപ്പിക്കുന്ന PM സേതു പദ്ധതി സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോവയിലെ ലക്ഷക്കണക്കിന് പൌരന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭ്യമാക്കുന്ന മാജേ ഘർ യോജന ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ബീഹാറിൽ. 7 മുതൽ 15 വരെ പ്രായമുള്ള കുട്ടികളുടെ ബയോമെട്രിക് അപ്ഡേഷൻ 1 വർഷത്തേക്ക് സൌജന്യമാക്കി കേന്ദ്ര സർക്കാർ. US മധ്യസ്ഥതയിലുള്ള സമാധാന പദ്ധതിയോട് ഇസ്രയേലും ഹമാസും അനുകൂലമായി പ്രതികരിച്ചതോടെ പശ്ചിമേഷ്യയിൽ ശുഭപ്രതീക്ഷ. ICC വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. ITIകളെ വ്യവസായ മേഖലയുമായി ബന്ധിപ്പിക്കുന്ന PM സേതു പദ്ധതി സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നൈപുണ്യ വികസനത്തിലും നൂതനാവിഷ്കാരത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാവിയെ നയിക്കാൻ യുവശക്തിയെ സജ്ജമാക്കുകയാണ് NDA സർക്കാരെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടന്ന കൌശൽ ദീക്ഷന്ത് സമാരോഹിൽ രാജ്യത്തുടനീളം വിദ്യാഭ്യാസം, വൈദഗ്ധ്യം, സംരംഭകത്വം എന്നിവയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് 62,000 കോടി രൂപയുടെ വിവിധ യുവജന കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. PM സേതു വഴി പ്രധാനമന്ത്രി നൈപുണ്യ തൊഴിൽക്ഷമതാ പരിവർത്തനത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. इंडस्ट्री और ITI के बीच तालमेल को बढ़ाया जा रहा है. आज हमने इस दिशा में एक और बड़ा कदम उठाया है. PM सेतु योजना की शुरुआत की गई है. देश भर में हमारे 1,000 से ज्यादा ITI इंस्टीट्यूशंस को इसका फायदा होगा. PM सेतु योजना के माध्यम से इन ITIs को अपग्रेड किया जाएगा. ബീഹാറിൽ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ വേഗത്തിലാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കിയതിന് പിന്നാലെ സംസ്ഥാനത്തെത്തിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തി. തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ കുറയ്ക്കണമെന്ന് NDA ആവശ്യപ്പെട്ടു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പട്ടികയിൽ നിന്ന് 3.66 ലക്ഷം പേരെ നീക്കം ചെയ്തതിൽ രാഷ്ട്രീയ ജനതാദളും കോൺഗ്രസും എതിർപ്പ് ഉന്നയിച്ചു. 7 മുതൽ 15 വരെ പ്രായമുള്ള കുട്ടികളുടെ ബയോമെട്രിക് അപ്ഡേഷൻ 1 വർഷത്തേക്ക് സൌജന്യമാക്കി. ഏകദേശം 6 കോടി കുട്ടികൾക്ക് ആനുകൂല്യം ലഭിക്കുമെന്ന് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ആധാർ നൽകുമ്പോൾ അടിസ്ഥാന രേഖകളായി ഫോട്ടോ, പേര്, ജനനത്തീയതി, ലിംഗം, വിലാസം തുടങ്ങിയ വിവരങ്ങൾ മാത്രമാണ് നൽകേണ്ടത്. വിരലടയാളവും ഐറിസ് സ്കാനും ആ പ്രായത്തിൽ പകർത്താറില്ല. 5 വയസ്സിൽ അവ പൂർണ്ണമായി വികസിക്കില്ല എന്നതിനാലാണ് ഈ നടപടി. 15 വയസ്സ് തികയുമ്പോൾ ബയോമെട്രിക് വിവരങ്ങൾ വീണ്ടും പുതുക്കണം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തലേഗാവോയിൽ ഗോവ സർക്കാരിന്റെ പ്രധാന ക്ഷേമ പദ്ധതിയായ മാഝേ ഘർ യോജന ഉദ്ഘാടനം ചെയ്തു. 2,452 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. NDA സർക്കാരുകൾ ഏറ്റെടുത്ത വികസന ശ്രമങ്ങളെയാണ് മാഝേ ഘർ യോജന പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഗോവയിലെ ലക്ഷക്കണക്കിന് പൌരന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭ്യമാക്കുന്നത് ശാക്തീകരണത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. गोवा के नागरिकों के अपने मकान का अधिकार देना और कल से वो कह पाएंगे कि ये घर, ये माझा घर है. ये बहुत बड़े एक प्रकार से एम्पावरमेंट की निशानी है. इसका उद्देश्य राज्य की लगभग आधी आबादी को स्थायी और कानूनी आवास प्रदान करना है. ബഹിരാകാശ യാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരനുമായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വികസിത് ഭാരത് ബിൽഡത്തോൺ 2025മായി ബന്ധപ്പെട്ടായിരുന്നു കൂടിക്കാഴ്ച. വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയ മനോഭാവം, സർഗാത്മകത, നൂതനാശയങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുക, വികസിത ഭാരതത്തിലേക്കുള്ള ഇന്ത്യയുടെ പ്രയാണത്തിൽ സംഭാവന നൽകാൻ അവരെ പ്രാപ്തരാക്കുക എന്നീ കാര്യങ്ങളും ചർച്ചയായി. വികസിത് ഭാരത് ബിൽഡത്തോൺ 2025ന്റെ ബ്രാൻഡ് അംബാസഡറാണ് ശ്രീ ശുഭാംശു ശുക്ല. ലോക റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യയുടെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഏറ്റവും ഉയരം കൂടിയ സഞ്ചാരയോഗ്യമായ റോഡ് നിർമ്മിച്ചാണ് BRO ചരിത്രത്തിൽ ഇടം നേടിയത്. കിഴക്കൻ ലഡാക്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് 19,400 അടി ഉയരത്തിൽ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപം മിഗ്ല പാസിലാണ് പ്രോജക്ട് ഹിമാങ് എന്ന പേരിലുള്ള പദ്ധതി പൂർത്തീകരിച്ചത്.
പോഷകസമൃദ്ധമായ ഭക്ഷണം എന്ന നിലയിൽ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ബീഹാറിന്റെ മഖാന USA, കാനഡ, അറബ് രാജ്യങ്ങൾ എന്നിവയ്ക്ക് പുറമെ യൂറോപ്പിലേക്കും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനുള്ള കരാറിൽ ഒപ്പുവച്ചതായും അദ്ദേഹം അറിയിച്ചു. പാറ്റ്നയിൽ നടന്ന മഖാന ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന വേളയിലായിരുന്നു പ്രഖ്യാപനം. പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങളിലൂടെ ടെക്സ്റ്റൈൽ മേഖലയിൽ വലിയ നികുതി ഇളവുണ്ടായതായി കേന്ദ്ര സർക്കാർ. മനുഷ്യനിർമ്മിത നൂലുകളുടെ GST 5% കുറച്ചു. 2,500 രൂപ വരെ വിലയുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ GSTയും 5% കുറച്ചു. ഇതിലൂടെ സാധാരണക്കാർക്ക് ചെലവ് കുറയുകയും കയറ്റുമതിക്ക് പ്രയോജനം ചെയ്യുമെന്നുമാണ് വിലയിരുത്തൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം 8-ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും വിഷൻ 2035 പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ UK സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിന് കീഴിലുള്ള വിവിധ മേഖലകളിലെ പുരോഗതി വിലയിരുത്തും. ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകളെ തുടർന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ഇസ്രായേൽ സമ്മതിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ നിർദ്ദേശം ഹമാസിനെ അറിയിച്ചതായും US പ്രസിഡന്റ് വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്. പുതിയ ക്രമീകരണം ഹമാസ് അംഗീകരിച്ചാലുടൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നും ബന്ദികളെ കൈമാറാൻ വഴിയൊരുങ്ങുമെന്നും പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. സമാധാന പദ്ധതിക്ക് അനുകൂല മറുപടി ലഭിച്ചതോടെ ഇരുപക്ഷത്തും പ്രതീക്ഷകൾ വാനോളം ഉയർന്നു. അതേസമയം ഗാസയിൽ തടവിലാക്കപ്പെട്ട ബന്ദികളെ മോചിപ്പിക്കുന്ന കാര്യം വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. നയതന്ത്രപരവും സൈനികവുമായ സമ്മർദ്ദമാണ് ഇസ്രായേലിനെ ഈ സാഹചര്യത്തിൽ എത്തിച്ചതെന്ന് നെതന്യാഹു ഇന്നലെ ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഹമാസിനെ നിരായുധരാക്കുമെന്നും ഗാസയിൽ സൈനിക സാന്നിധ്യം അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈജിപ്തിലെ കെയ്റോയിൽ ഇസ്രയേലും ഹമാസും പരോക്ഷ ചർച്ചകളിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾ. ന്യൂസ് ഡെസ്ക് ആകാശവാണി. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമയ്ക്കും ജലദോഷത്തിനുമുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ നൽകരുതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൃത്യമായ പരിശോധനയും മേൽനോട്ടവും ഉറപ്പാക്കി വേണം മരുന്നുകൾ നൽകാനെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. അതിനിടെ കേരളത്തിൽ ചുമയ്ക്കും ജലദോഷത്തിനുമുള്ള കോൾഡ് റിഫ് സിറപ്പിന്റെ വിൽപ്പന നിർത്തിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനം. കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ലളിതകലാ അക്കാദമി സ്ഥാപിക്കുന്ന മ്യൂസിയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വിഖ്യാത ചിത്രകാരൻ A. രാമചന്ദ്രന്റെ ചിത്രങ്ങളും ശില്പങ്ങളുമാണ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുക. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ വടക്കു പടിഞ്ഞാറൻ അറബിക്കടൽ, വടക്കു കിഴക്കൻ അറബിക്കടൽ, മധ്യ അറബിക്കടൽ ഭാഗങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. വിവിധ സർക്കാർ ഉത്തരവുകളും സ്ഥാപനങ്ങളും വെള്ളിയാഴ്ച പുറപ്പെടുവിച്ച സ്ഥലം മാറ്റ ഉത്തരവുകൾ നടപ്പാക്കാമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അന്നും അതിനു മുൻപും പുറപ്പെടുവിച്ച ഉത്തരവുകൾ അടിയന്തരമായി നടപ്പാക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ സ്ഥലം മാറ്റം പാടില്ലെന്ന കമ്മീഷൻ ഉത്തരവിലെ ആശയക്കുഴപ്പം നീക്കാനാണ് വിശദീകരണം. 2008 ദേശീയപാത ടോൾ ഫീസ് നിരക്കുകൾ കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തു. പുതിയ നിയമമനുസരിച്ച് ഫാസ്ടാഗ് ഇല്ലാതെ ടോൾ പ്ലാസയിൽ പ്രവേശിക്കുന്ന വാഹനങ്ങൾ പണമായി നൽകേണ്ട ഫീസ് ഇരട്ടിയാക്കി. അടുത്ത മാസം 15 മുതൽ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. ICC വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ 2ാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. കൊളംബോയിലെ R. പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് മത്സരം. ഇന്ന് ലോക അധ്യാപക ദിനം. സമൂഹത്തിന്റെ വളർച്ചയിൽ അധ്യാപകരുടെ സംഭാവനകളെയും പ്രയത്നങ്ങളെയും അഭിനന്ദിക്കുകയും വിലയിരുത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നത് ലക്ഷ്യമിട്ടാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. അധ്യാപനത്തെ കൂട്ടായ്മയുടെ തൊഴിലായി പുനർനിർമ്മിക്കുക എന്നതാണ് ഈ വർഷത്തെ ലോക അധ്യാപക ദിന പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. ITIകളെ വ്യവസായ മേഖലയുമായി ബന്ധിപ്പിക്കുന്ന PM സേതു പദ്ധതി സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോവയിലെ ലക്ഷക്കണക്കിന് പൌരന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭ്യമാക്കുന്ന മാജി ഘർ യോജന ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ബീഹാറിൽ. 7 മുതൽ 15 വരെ പ്രായമുള്ള കുട്ടികളുടെ ബയോമെട്രിക് അപ്ഡേഷൻ 1 വർഷത്തേക്ക് സൌജന്യമാക്കി കേന്ദ്ര സർക്കാർ. US മധ്യസ്ഥതയിലുള്ള സമാധാന പദ്ധതിയോട് ഇസ്രയേലും ഹമാസും അനുകൂലമായി പ്രതികരിച്ചതോടെ പശ്ചിമേഷ്യയിൽ ശുഭപ്രതീക്ഷ. ICC വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.